ലാഭമെടുപ്പിൽ കൂപ്പുകുത്തി സ്വർണ്ണവില. ഇന്ന് പവന് ഒറ്റയടിക്ക് 5240 രൂപ കുറഞ്ഞ് 1,25,120 രൂപയായി. വീണ്ടും സ്വർണ്ണക്കുതിപ്പ് തുടരും എന്നാണ് വിദഗ്ധർ പറയുന്നത്. കഴിഞ്ഞ ദിവസങ്ങളിലെ ഈ സ്വർണത്തിന്റെ വില നമ്മൾ പരിശോധിച്ചു കഴിഞ്ഞാൽ രാജ്യാന്തര സാഹചര്യങ്ങൾ എത്രത്തോളം നിക്ഷേപകരുടെ മനഃശാസ്ത്രത്തെ ബാധിക്കുമെന്ന് നമുക്ക് മനസ്സിലാക്കാം. കാരണം കഴിഞ്ഞ ദിവസം സ്വർണം സർവ്വകാല റെക്കോർഡായ പവന് 1,31,160 എന്ന നിലയിലെത്തിയതിനു ശേഷമാണ് ഇന്നലെ വൈകുന്നേരം ഈ ലാഭമെടുപ്പുണ്ടായത്. നമുക്കറിയാം, ഏത് സാധനത്തിന്റെ ആണെങ്കിലും വില കൂടുമ്പോൾ അത് വിറ്റിട്ട് അതിൽ ലാഭം എടുക്കാനായിട്ട് നിക്ഷേപകർ ശ്രമിക്കും. ഇവിടെയും സംഭവിച്ച അതാണ്. ഇന്നലെ വൈകുന്നേരത്തോടെ തുടങ്ങിയ ആ ലാഭമെടുപ്പ് കുറേ നേരം ഇങ്ങനെ തുടർന്നു. അപ്പോൾ രാജ്യാന്തര വിപണിയിൽ $5,800 ഔൺസിന് വില. ഈ ലാഭമെടുപ്പ് തുടങ്ങിയതോടുകൂടി അത് $5,100 കുത്തനെ താഴ്ന്നു. പക്ഷേ ആ കുത്തനെ താഴ്ന്നതിന് ശേഷം വീണ്ടും സ്വർണത്തിന്റെ വില ഇന്ന് കുതിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നാളെ വീണ്ടും നമുക്കൊരു വിലക്കയറ്റം തന്നെ പ്രതീക്ഷിക്കാം. ഇന്നലെ 800 രൂപ കുറഞ്ഞ് വൈകുന്നേരം ആയപ്പോഴേക്കും 1,30,30,60 രൂപയായിരുന്നു ഒരു പവന്. ഇന്നിപ്പോൾ ഒറ്റയടിക്ക് 5,240 രൂപയാണ് ഒരു പവന് കുറഞ്ഞിരിക്കുന്നത്. ഇന്നത്തെ വില 1,25,120 രൂപയാണ് പവന്. എന്നാലും GSTയും പണിക്കൂലിയും സഹിതം മിനിമം പണിക്കൂലി നമ്മൾ കൂട്ടിയാൽ 1,30,000 രൂപയിലേറെ കൊടുത്തെങ്കിൽ മാത്രമേ ഒരു പവന്റെ ഒരു മാലയോ വളയോ നമുക്ക് വാങ്ങിക്കാൻ സാധിക്കൂ. ഇതാണ് അവസ്ഥ. ഇനി സ്വർണം തരുന്ന റിട്ടേണിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ നമുക്കറിയാം, കഴിഞ്ഞ ഒരു വർഷം നിഫ്റ്റിയിലെ റിട്ടേൺ നോക്കുകയാണെങ്കിൽ 8.7% ഏറ്റവും നല്ല റിട്ടേൺ നൽകുന്ന കമ്പനികളിൽ നിന്ന് പോലും ലഭിച്ചുകൊണ്ടിരുന്നത്. പക്ഷേ സ്വർണത്തിൽ ഈ കാലഘട്ടത്തിൽ 162% വർധനയുണ്ടായി. 2022 മുതൽ ഈ സ്വർണത്തിലെ വർധന ഇങ്ങനെ തുടരുകയാണ്. അപ്പോൾ വിദഗ്ധർ പറയുന്നത് അമേരിക്കൻ പടക്കപ്പലുകൾ പശ്ചിമേഷ്യയിലേക്ക് നീങ്ങുന്നു, യൂറോപ്പും അമേരിക്കയും തമ്മിലൊരു സംഘർഷാവസ്ഥ വരുന്നു, അമേരിക്കൻ സാമ്പത്തിക രംഗം വളരെ മെച്ചമല്ലെന്ന റിപ്പോർട്ടുകൾ വരുന്നു. അപ്പോൾ ഇതൊക്കെ ഡോളറിന്റെ കരുത്ത് കുറയ്ക്കുന്നുണ്ട്. അപ്പം നിക്ഷേപകരെ ഏറ്റവും സുരക്ഷിതം സ്വർണ്ണമാണ്. സ്വർണ്ണത്തിൽ നിക്ഷേപിക്കാമെന്ന് പറഞ്ഞ് സ്വർണ്ണത്തിലേക്ക് നിക്ഷേപിക്കാനുള്ളൊരു മനഃശാസ്ത്രത്തിലേക്ക് വരുന്നു. അതിന്റെ ഫലമായിട്ട് സ്വർണ്ണവില ഇങ്ങനെ കൂടുന്നുവെന്നാണ്. ഇനി നമ്മൾ ഈ ഒരു ഒറ്റ മാസം മാത്രം ഒരു പവന് കൂടിയത് 26,080 രൂപയാണ്.